പത്രോസ് ഒരിക്കൽ ലോകാധിപതിയുടെ പിന്നാലെ പോയി. അവൻ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒരു പൊടിമീനും കിട്ടിയില്ല. പക്ഷേ ഒരു ദിവസം അവൻ്റെ പടകിൽ യേശു കയറി. കൈകളെ തട്ടി സ്തോത്രം ചെയ്യാ. അവൻ്റെ പടകിൽ യേശു കയറി. അവൻ്റെ പടകിൽ യേശു കയറി. അവൻ യേശു ക്രിസ്തു പടകിൽ നിന്നുകൊണ്ട് ജനത്തോട് പ്രസംഗിച്ചു. എന്നിട്ട് പറഞ്ഞു, ആമീൻ, ആഴത്തിലേക്ക് പോകെ, വല വിരിക്കെന്ന് പറഞ്ഞു. അവൻ ആഴത്തിലേക്ക് ആമീൻ വള്ളത്തെ കൊണ്ടുപോയി വല വിരിച്ചു. പെരുത്ത മീൻകൂട്ടം കിട്ടി. എല്ലാം തൊട്ടതെല്ലാം നഷ്ടം. അധ്വാനത്തിന് ഫലമില്ല. രാത്രി മുഴുവനും പകൽ മുഴുവനും അധ്വാനിച്ചിട്ടും മടിയിൽ ഒന്നുമില്ല, പോക്കറ്റിൽ ഒന്നുമില്ല, ശേഷിപ്പൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെ നിരാശയോടെ ഒന്നുമില്ലായ്മയിൽ വീടില്ല, വസ്തുവില്ല, സ്ഥലമില്ല എന്ന് വന്നിരിക്കുന്ന ചില വ്യക്തികളെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നു, നിന്റെ ഭരണം മാറിയാൽ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും വന്ന കർത്താവിന് നിന്റെ ജീവിത പടകിന് ഒന്ന് വിട്ടുകൊടുക്ക്. കർത്താവ് നിന്റെ ജീവിത പടകിൽ കയറട്ടെ. ഇനി നിയന്ത്രണം നിനക്കല്ല, ഇനി നിയന്ത്രണം യേശുവിനാകട്ടെ. ജീസസ് 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 ഹല്ലേലൂയ. എങ്കിൽ നിന്റെ പടകുകൾ നിറയും, നിന്റെ പടകുകൾ നിറയും, നിന്റെ പടകുകൾ നിറയും, നിന്റെ കോൺട്രാക്ട് വർക്ക് നിറയും, നിന്റെ സാമ്പത്തികം നിറയും. കർത്താവിന്റെ ഭരണത്തിന് കീഴിൽ നീ പോയാൽ നമ്മുടെ കർത്താവുണ്ടല്ലോ, മോഷ്ടിപ്പാൻ വന്നവനല്ല, അറുപ്പാൻ വന്നവനല്ല, മുടിപ്പാൻ വന്നവനല്ല, കൊല്ലുവാൻ വന്നവനല്ല. നിനക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ വന്നവൻ രക്ഷകനാണ്, ജീവന്റെ ദാതാവാണ്.